എല്ലാ കൂട്ടുകാർക്കും ലിയാസ് ഹോംലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും കിച്ചൺ രാവിലത്തെ ആ ഒരു തിരക്കിൻ്റെ സമയത്തൊക്കെ എന്തായാലും കുറച്ച് അലങ്കോലമായിട്ടായിരിക്കും കിടക്കുന്നത്. എന്നാൽ അത് കഴിഞ്ഞ് നമ്മൾ ഒരു 9 കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ കിച്ചൺ എപ്പോഴും നല്ല നീറ്റായിട്ടും ക്ലീൻ ആയിട്ടിരിക്കും. ഡെയിലി നമ്മൾ ഈ ഒരു 9 കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഹാർഡ് വർക്കൊന്നും ഇല്ലാതെ നമുക്ക് നമ്മുടെ കിച്ചൺ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നാലും നീറ്റായിട്ടിരുന്നോളും. പിന്നെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും വല്ലതും ഡീപ്പ് ക്ലീനിങ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എന്തൊക്കെയാണ്. ഇത് എല്ലാ വീട്ടമ്മമാർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ടിപ്സുകളുമാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പ് നോക്കാം. നമ്മൾ രാവിലെയൊക്കെ ചപ്പാത്തി പൂരി ഇതൊക്കെ പരത്തുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു കൗണ്ടർ ടോപ്പ്, അതായത് കിച്ചൺ സ്ലാബ് മുഴുവൻ ഇതിൻ്റെ പൊടിയായിട്ട് ആകെ മോശമായിട്ട് വരും. അപ്പോൾ അത് ഇല്ലാതിരിക്കാനായിട്ട് ഇതുപോലെ ഈ ഒരു പലകയുടെ താഴെ നമ്മളൊരു ന്യൂസ് പേപ്പറോ ഒരു തുണിയോ വല്ലതും ഇടുകയാണെങ്കിൽ അതിലേക്ക് ഈ പൊടിയെല്ലാം വീണ് കൗണ്ടർ ടോപ്പ് ക്ലീൻ ആയിട്ടിരുന്നോളും. ഇത് നമ്മൾ പച്ചക്കറികളൊക്കെ കട്ട് ചെയ്യുമ്പോഴും ഇതേ മെത്തേഡ് തന്നെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കൗണ്ടർ ടോപ്പ് എപ്പോഴും നല്ല നീറ്റായിട്ടിരിക്കും. പിന്നീട് നമുക്ക് ആ പേപ്പറോടുകൂടി വേസ്റ്റ് മൊത്തത്തിൽ അങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി. വളരെ എളുപ്പമാണ്. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ രാവിലെ മാത്രമല്ല എപ്പം നമ്മൾ കുക്കിംഗ് ചെയ്താലും നമുക്ക് എന്തായാലും കുറേ ഐറ്റംസ് നമ്മുടെ കൗണ്ടർ ടോപ്പിൽ വരും. പൊടികളായിട്ടും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിട്ടും ഉപ്പായിട്ടും അങ്ങനെ പലതും നമ്മൾ കൗണ്ടർ ടോപ്പിലേക്ക് എടുത്ത് വെച്ചിട്ടാണ് നമ്മൾ ഓരോന്നും ഈ കറികളിലേക്കും പലഹാരത്തിലേക്കും ഒക്കെ ചേർക്കുന്നത്. അങ്ങനെ ആകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ എടുത്ത സാധനം ഉപയോഗശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ തിരികെ എടുത്തെടുത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ആണെങ്കിൽ അത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ തന്നെ വേഗം തന്നെ തിരികെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ ആകുമ്പോൾ തന്നെ കൗണ്ടർ ടോപ്പ് കുറേയൊക്കെ നമുക്ക് ക്ലീൻ ആയിട്ട് പെട്ടെന്ന് തോന്നും. ഇല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് പോയാൽ പിന്നെ നമുക്ക് തന്നെ അത് ഇരട്ടിപ്പണിയാണ്. ഇനി അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം നമ്മൾ ഉപയോഗിക്കുന്ന ബോട്ടിലുകളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഏതാണോ കൂടുതൽ ചീത്തയായിട്ടിരിക്കുന്നതെന്നൊക്കെ ഒന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാൻ പറ്റും. അങ്ങനെയുള്ള ബോട്ടിലുകളൊക്കെ നമ്മളൊന്ന് എടുത്തിട്ട് നിന്നുകൊണ്ട് തന്നെ നമ്മൾ അതൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ക്ലീൻ ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്നത് ഓൾ പർപ്പസ് സൊല്യൂഷൻ നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. വിനാഗിരിയും നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡും കുറച്ച് കർപ്പൂരവും കൂടെ പൊടിച്ച് ചേർത്തിട്ടുള്ള ആ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്കിതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാം. നമ്മൾ ഡെയിലി എപ്പോഴും എടുക്കുന്ന ബോട്ടിലുകളൊക്കെ കുറച്ചൊക്കെ നമുക്ക് വൃത്തികേടായിട്ടായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെയുള്ള ബോട്ടിലുകളൊക്കെ നമ്മൾ എടുത്ത് എളുപ്പം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു സ്പ്രേ വെച്ചിട്ട് തന്നെ നമ്മൾ എപ്പോഴും എടുക്കുന്ന ബോട്ടിലുകളാണ് ഈ പഞ്ചസാര, തേയില, അതുപോലെ തന്നെ നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കടുക്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മുടെ കൈയുടെ പാടും അതുപോലെ തന്നെ ഓയിലിൻ്റെ അംശമൊക്കെ കാണും. അതൊക്കെ നമ്മൾ ഡെയിലി ഒന്ന് നിന്നുകൊണ്ട് തന്നെ നമ്മൾ കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ക്ലീൻ ആക്കിയാൽ മതി. പിന്നെ ഓയിലൊക്കെ വെക്കുന്ന ബോട്ടിൽ, പിന്നെ അതേ നമ്മുടെ ഉപ്പൊക്കെ കലക്കി വെക്കുന്ന ആ ഒരു ട്രേ, ഉപ്പിൻ്റെ ബോട്ടിൽ, ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഡെയിലി തന്നെ ഒന്ന് ക്ലീൻ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിലൊക്കെ അതേ കണ്ടില്ലേ, ഇതുപോലെ നമ്മളൊരു ടവലിട്ട് വെച്ചിരുന്നാലും ആ ഒരു ഓയിലും ഉപ്പും എല്ലാം നമ്മളിങ്ങനെ എടുത്തതിന് ശേഷം തിരിച്ചു വയ്ക്കുമ്പോൾ എന്തായാലും 1-2 തുള്ളി വീതം ചാടി അതെല്ലാം ആകെ വൃത്തികേടായിട്ടിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്നിടവിട്ട ദിവസമാണെങ്കിലും ഒന്ന് ക്ലീൻ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഇത് വെക്കുന്ന ആ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ ആ ഭാഗവും ഇതുപോലെ തന്നെ ഈ സൊല്യൂഷൻ സ്പ്രേ ചെയ്തിട്ട് ഒന്ന് ക്ലീൻ ആക്കിയാൽ മതി. നമ്മൾ ഈ കല്ലുപ്പ് കലക്കി വെക്കുന്ന ആ ഒരു ബോട്ടിലൊക്കെ നമ്മൾ തീർന്നതിന് ശേഷം ബോട്ടിൽ ഫുള്ളായിട്ട് കഴുകി വെക്കണം. അതല്ലെങ്കിൽ ഇതുപോലെ അതിൻ്റെ പുറം ഭാഗമൊക്കെ ഒന്ന് തുടച്ചതിന് ശേഷം നമ്മൾ വെച്ച് കൊടുക്കാം. പിന്നീട് നമ്മൾ ആ ട്രേക്കകത്ത് ഇതുപോലെ മറ്റൊരു ക്ലോത്ത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എല്ലായിടത്തും ഒന്നുകൂടെ ഒന്ന് വെക്കാം. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നമ്മുടെ 4ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പാത്രങ്ങളൊക്കെ ഉപയോഗശേഷം ഒരു പാത്രം ഉള്ളെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ അതങ്ങോട്ട് കഴുകി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ വൈകുന്നേരം വരെ കൂട്ടിയിട്ടിട്ട് വൈകിട്ടാവട്ടെ എന്ന് വിചാരിച്ചാൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ ബുദ്ധിമുട്ടും. പിന്നെ നമുക്ക് സിങ്കൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടാണ് കിച്ചണിലോട്ട് കയറുമ്പോൾ, അല്ലേ? പിന്നെ ഈ ഒരു പാത്രങ്ങളുടെയൊക്കെ ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളും ഒക്കെ വരും. അപ്പോൾ ഞാൻ ഇതുപോലെ കട്ടിയായിട്ടൊക്കെ ഉള്ള പാത്രങ്ങളിലൊക്കെ ഇതുപോലെ ഇച്ചിരി ലിക്വിഡ് ഒഴിച്ചങ്ങിടും. അപ്പോൾ നമുക്ക് ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് ചെല്ലുമ്പോൾ നമുക്ക് വാഷ് ചെയ്തെടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ എന്തെങ്കിലും കട്ടിയായിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് കുതിർന്നിരിക്കുമല്ലോ. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മളിതുപോലെ പാത്രങ്ങൾ സിങ്കിൽ കൂട്ടിയിടാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മുടെ 4ാമത്തെ ടിപ്പ്. ഇനി നമുക്ക് 5ാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മുടെ കൗണ്ടർ ടോപ്പ് ക്ലീൻ ആയിട്ടിരിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ അതേ ഞാൻ ആ ഒരു സൊല്യൂഷൻ വെച്ച് തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പും ഒരു ക്ലീനിങ് ക്ലോത്ത് വെച്ചിട്ട് അങ്ങോട്ട് ക്ലീൻ ചെയ്തിടുകയാണ്. നമ്മൾ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഡെയിലി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 1 മിനിറ്റൊക്കെ മതി. നമുക്കിതുപോലെ പെട്ടെന്നെല്ലാം ഒന്ന് നീക്കി പെറുക്കി പെട്ടെന്ന് അങ്ങോട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. ക്ലീൻ ആക്കുമ്പോൾ നമ്മൾ ഈ ഒരു അറ്റം തുടങ്ങി മറ്റേ അറ്റം വരെ നമ്മൾ കംപ്ലീറ്റ് ഇതുപോലെ സൊല്യൂഷൻ സ്പ്രേ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് വിടാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ കൗണ്ടർ ടോപ്പിൻ്റെ എഡ്ജസ് ഒക്കെ നമുക്ക് ആഴ്ചയിൽ 1 കിലോ വല്ലതും മതി. എന്നാലാണ് നമുക്ക് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആ ഒരു സമയത്ത് മതി അതൊക്കെ. പിന്നെ നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഒരുപാട് ഐറ്റംസ് വാരി വലിച്ച് വെക്കാതിരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ എല്ലാവരുടെയും തന്നെ കൗണ്ടർ ടോപ്പിന് ഒരുപാട് വലുപ്പമൊന്നുമില്ല. എങ്കിലും ഉള്ള സൗകര്യത്തിൽ നമ്മൾ അത്യാവശ്യം എടുക്കേണ്ടത് മാത്രം നമ്മൾ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ ഉപയോഗിക്കേണ്ടത് മാത്രം വെക്കാനായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി.
ഇനിയിപ്പോൾ നമ്മുടെ ആറാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കിച്ചൺ അപ്ലയൻസസ് ഒക്കെ ഇതുപോലെ തന്നെ ഈ ഒരു സൊല്യൂഷൻ വെച്ച് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ടൊന്ന് വൈപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ടിരുന്നോളും. പൊടിയൊന്നും അങ്ങനെ പിടിക്കാതെയും നമുക്ക് മിക്സിയൊക്കെ ആണെങ്കിലും അരച്ചതിൻ്റെ ഒക്കെ എന്തെങ്കിലുമൊക്കെ അതിലൊക്കെ ചാടിയിട്ടുണ്ടാകും. അതൊക്കെ നമ്മൾ ഇതുപോലെ ഡെയിലി ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് വിട്ടാൽ മതി. 1 മിനിറ്റ് മതി ഇതിനൊക്കെ. ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ ആവട്ടെ എന്ന് വിചാരിച്ചാൽ എന്തായാലും ഈ കറിയുടെയൊക്കെ അരയ്ക്കുന്നതും അങ്ങനെയുള്ളതൊക്കെ ഈ മിക്സിയുടെയൊക്കെ പുറമെയൊക്കെ വീണ് കിടന്ന് അത് ഉണങ്ങി പിടിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ നമുക്കത് ക്ലീൻ ആക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മളിതൊക്കെ 1 മിനിറ്റ് എടുത്ത് ഡെയിലി ഒന്ന് ചുമ്മാ ഒന്ന് ഓടിച്ചൊന്ന് തുടച്ച് വിട്ടാൽ മതി, ക്ലീൻ ആയിട്ടിരുന്നോളും. പിന്നെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ പുറം ഭാഗവും ഇതുപോലെ തന്നെ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ജസ്റ്റ് ആ പൊടിയൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് വിട്ടാൽ മതി, നല്ല ക്ലീൻ ആയിട്ടിരിക്കും. പിന്നെ ഫ്രിഡ്ജിൻ്റെ ഉൾഭാഗത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാസത്തിലൊരിക്കൽ മൊത്തത്തിലൊന്ന് പുറത്തിറക്കിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോൾ എന്തായാലും നമ്മൾ ദിവസം ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ ആണല്ലോ അതിൻ്റെ ഉള്ളിൽ വെക്കുന്നത്. പിന്നെ ഒരുപാട് ഐറ്റംസ് കുത്തി നിറച്ച് വെക്കാതൊക്കെ ഇരുന്നാൽ മതി. പിന്നെ ഒരുപാട് ബാക്കി വന്ന ഫുഡൊക്കെ നമ്മൾ ദിവസമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ, എന്തൊക്കെ ഉണ്ടെന്നൊക്കെ. അതൊക്കെ ആവശ്യമില്ലാത്തൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞാലൊക്കെ മതി. ഇനിയിപ്പം നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഗ്യാസ് സ്റ്റൗവിൻ്റെ കോലം രാവിലത്തെ ആ ഒരു കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആ തിരക്കൊക്കെ കഴിയുമ്പോൾ ഇതായിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ ഇതുപോലെ രാവിലത്തെ ആ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ഗ്യാസ് സ്റ്റൗ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇത് നമ്മൾ ഡെയിലി ഒന്ന് ചെയ്താൽ വളരെ എളുപ്പമാണ്. പിന്നെ അതിൻ്റെ ബർണറും കാര്യങ്ങളും അതൊക്കെ ഊരിയിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ വല്ലതും ഒന്ന് ചെയ്താൽ മതി. പിന്നെ ഇത് പാലൊക്കെ ഒന്ന് തിളച്ച് തൂകിയതിൻ്റെയും പിന്നെ ചോറൊക്കെ തിളപ്പിച്ചതിൻ്റെ അതിൻ്റെയൊക്കെ ഒരല്പം തിളച്ച് തൂകിയതിൻ്റെയൊക്കെ താഴെയുണ്ട് ഈ ഒരു സ്റ്റൗവിൻ്റെ അടിവശത്ത്. അപ്പോൾ അതും എല്ലാം നമുക്കൊന്ന് ക്ലീൻ ആക്കാം. ഇതിനൊക്കെ ഒരു 5 മിനിറ്റ് മതി ആ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ചെയ്യുമ്പോൾ. പിന്നെ നമ്മൾ ഇതുപോലത്തെ ഒരു ഉപയോഗിക്കാത്ത സ്ക്രബ്ബർ ഇതിന് വേണ്ടി അങ്ങ് മാറ്റി വെച്ചാൽ മതി. സ്പോഞ്ചിൻ്റെ, സ്റ്റീലിൻ്റെ അല്ല കേട്ടോ, സ്പോഞ്ചിൻ്റെ. സ്റ്റീലിൻ്റെ ആകുമ്പം നമ്മുടെ ഈ ഒരു ഗ്യാസ് സ്റ്റൗവിൻ്റെ ഈ ടോപ്പ് ഗ്ലാസ് അല്ലേ, അതിനെ സ്ക്രാച്ച് വീഴാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്പോഞ്ചിൻ്റെ മതി. പിന്നെ ഈ ഒരു സൊല്യൂഷൻ വെച്ച് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഉണങ്ങി പിടിച്ചിരിപ്പുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് ക്ലീൻ ആവുകയും ചെയ്യും. പിന്നെ നമ്മൾ ഇതുപോലത്തെ ഒരു ടവൽ കൊണ്ടിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്താച്ചാൽ മതി. എപ്പോഴും നമ്മൾ ഗ്യാസ് സ്റ്റൗ ടോപ്പ് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ താഴ്വശം ഇതുപോലെ തന്നെ സ്റ്റൗ ഒന്ന് പൊക്കിയതിന് ശേഷം നമ്മളിതൊന്ന് തുടച്ചു കൊടുക്കണം. കാരണം എന്തെങ്കിലുമൊക്കെ തിളച്ച് ആടിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ, അതെല്ലാം ഒന്ന് ക്ലീൻ ആയിക്കോളും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, രാവിലെ ചായ അതുപോലെ തന്നെ ചോറിൻ്റെ തിളപ്പിച്ചൊക്കെ കുറച്ചൊക്കെ ചാടിയിട്ടുണ്ട്. അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കി നമ്മൾ പെട്ടെന്ന് തന്നെ എടുത്തു. പിന്നെ നമ്മൾ ഈ സ്റ്റൗവിൻ്റെ ബാക്ക് വശവും ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ, പുറകിലോട്ടത് ആ ഭാഗത്ത്. അവിടെ എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ കുക്കറിലൊക്കെ തെറിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ സ്റ്റൗ ടോപ്പും സ്റ്റൗവിൻ്റെ താഴ്വശമൊക്കെ നന്നായിട്ട് ക്ലീൻ ആയി വെറും 5 മിനിറ്റ് കൊണ്ട്. അപ്പോൾ ഡെയിലി നമ്മൾ ആ ഒരു കാര്യം കൂടി ഒന്ന് ചെയ്യേണ്ടതാണ്. പിന്നെ നമ്മൾ എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സിങ്ക് ക്ലീനിങ്. അത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. 2-3 പ്രാവശ്യം നമ്മൾ ക്ലീൻ ചെയ്താലും കുഴപ്പമില്ല. എങ്കിലും നമ്മൾ ദിവസത്തിൽ ഒരു തവണയെങ്കിലും നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. ഞാനിപ്പോൾ ആ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് തന്നെ നമ്മുടെ ഈ ഒരു സിങ്ക് ക്ലീനിങ് ആ ബ്രഷ് വെച്ച് നമ്മളൊന്ന് ക്ലീൻ ചെയ്യുകയാണ്. നമ്മൾ ഡെയിലി ചെയ്യുമ്പം പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റും. ഇതും നമ്മൾ ദിവസവും ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് എളുപ്പമാണ്. നമുക്ക് ഈ 9 കാര്യങ്ങളെന്ന് പറയുമ്പം വളരെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് എല്ലാം തന്നെ. സിങ്ക് നമ്മൾ ദിവസവും ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഉള്ള ആ ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിച്ചണിലേക്ക് വരുന്നത് നമുക്ക് തന്നെ അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സിങ്ക് നല്ല നീറ്റായിട്ട് എപ്പോഴും ഇടണമെന്ന് പറയുന്നത്. ഇനിയിപ്പം നമ്മുടെ എല്ലാ വീടുകളിലുള്ള ഒരു പ്രധാന പ്രശ്നമാണ് നമ്മുടെ വാഷ് ബേസിന്, സിങ്ക് ഇങ്ങനെയുള്ളതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ബ്ലോക്ക് ആവാറുണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെ ഡ്രെയിനേജ് ക്ലീൻ ആക്കാൻ പറ്റിയൊരു അടിപൊളി പ്രൊഡക്റ്റാണ് ഹാർപിക്കിൻ്റെ ഈ ഒരു ഡ്രെയിൻ എക്സ്പേർട്ട് എന്ന് പറയുന്ന ഒരു പൗഡർ. ഇത് 25 ഗ്രാമാണ്. നമുക്കിതിപ്പം ബ്ലോക്ക് ആവുന്നതിന് മുമ്പ് ചെയ്താൽ ഇതിൻ്റെ പകുതി മതിയാവും. ഇപ്പോൾ ഇതുപോലെ പകുതി പൊട്ടിച്ചിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിടാം. അതിന് ശേഷം നമ്മൾ അരമണിക്കൂറിന് ശേഷം ഈ ഒരു സിങ്ക് നമ്മൾ പിന്നെ ഉപയോഗിക്കാവുള്ളൂ. ഇത് നമുക്കൊരു 2 മാസമൊക്കെ കൂടുമ്പം ചെയ്താൽ നല്ലതാണ്. ഈ ഡ്രെയിനേജ് ഒന്നും ബ്ലോക്ക് ആവാതെ ഇരിക്കും. ഇത് നമുക്ക് സിങ്കിലും അതുപോലെ വാഷ് ബേസിനിലും പിന്നെ നമ്മുടെ ബാത്റൂമിൻ്റെ ആ ഒരു ഹോൾസിലൊക്കെ നമുക്കിതുപോലെ ചെയ്യാം. അവിടെയൊന്നും ബ്ലോക്ക് ആവത്തില്ല. അപ്പോൾ അത് അരമണിക്കൂറിന് ശേഷം നമ്മളിതുപോലെ നന്നായിട്ട് വെള്ളം ഒന്ന് ഫോഴ്സ് ചെയ്ത് വിട്ടാൽ മതി. നല്ല ഫ്ലോയിൽ നമുക്ക് ഈ വെള്ളം താഴത്തേക്ക് പോകുന്നത് അറിയാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ബ്ലോക്ക് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതൊരു പാക്കറ്റ് ഫുള്ളായിട്ട് ഇടണമെന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ടിപ്പും ഇടയ്ക്കൊന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഇനിയിപ്പം നമ്മുടെ ലാസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി നമ്മുടെ കിച്ചണൊന്ന് അടിച്ചു വാരിയിടുക എന്നുള്ളതാണ്. ഇത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. കിച്ചണിൽ ഒരുപാട് പൊടിയൊക്കെ കാണും നമ്മൾ കുക്കിംഗ് ചെയ്യുമ്പം ഉള്ളതൊക്കെ. പിന്നെ നമ്മൾ തുടയ്ക്കുന്നത് 2 ദിവസം കൂടുമ്പോഴൊക്കെ ഒന്ന് തുടച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാ വീട്ടമ്മമാർക്കും വളരെ എളുപ്പത്തിൽ മടുക്കാതെ ചെയ്യാൻ പറ്റിയ 9 കിച്ചൺ ക്ലീനിങ് ടിപ്സാണ് നമ്മൾ കാണിച്ചത്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയി എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയൊക്കെ ദിവസം ഒന്ന് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കിച്ചൺ എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഹൈജീനിക് ആയിട്ടിരിക്കും. അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് കാണാം. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക.